ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളും തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തൊഴിൽ വാർത്തയിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് അധികവും ഷെയർ ചെയ്യാറുള്ളത്. കാരണം ഞാൻ അതാണ് വായിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു സപ്ലിമെൻറ്റ് വരാറുണ്ടല്ലോ, അതിൽ 10th പ്രിലിംസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഹരിശ്രീയിലും അതുണ്ടാവും. അതിലുള്ള ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി വരും ആഴ്ചയിലുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അപ്പം ഇനി അതിൻ്റെ സിലബസ് എന്താണ്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര മാർക്കൊക്കെ നമ്മൾ അതിന് സ്കോർ ചെയ്യേണ്ടി വരും, ഇത്തരം ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും കാണും. കാരണം LDCക്ക് പ്രിലിമിനറി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള LDCക്ക്. അപ്പം ഇനി വരാൻ പോകുന്ന ഈ പരീക്ഷ പ്രിലിമിനറി എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ സിലബസിൽ മാറ്റമുണ്ടോ, ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, SCERT പാഠഭാഗങ്ങൾ ചില ക്ലാസ്സുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതൊക്കെ പഠിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും സംശയം കാണും. അപ്പോൾ തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സെക്രട്ടേറിയറ്റ്, PSC, സ്റ്റേറ്റ് ഓഡിറ്റ്, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ്റ്, വിവിധ ജില്ലകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നും പിന്നെ ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്നും, വേറെയും തസ്തികകളിലേക്കുള്ളതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. തുടങ്ങി വിവിധ തസ്തികകളിലേക്കുള്ള നമ്മുടെ 10ാം തലം പൊതു പ്രാഥമിക പരീക്ഷ എപ്പോഴാണ്? 2024 ഡിസംബർ 28 തുടങ്ങുകയാണ്. വിവിധ സ്ഥാപനങ്ങളിൽ സ്റ്റോർ കീപ്പർ, പ്രിൻറ്റിംഗ് വകുപ്പിൽ അസിസ്റ്റൻ്റ്, ടൈം കീപ്പർ, പിന്നെ സംസ്ഥാന കാർഷിക ഗ്രാമവികസന സഹകരണ ബാങ്കിലെ പ്യൂണ് അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ്റ്, ഇതൊക്കെയാണ് ഈ പൊതു പ്രിലിമിനറിയിൽ ഉൾപ്പെടുന്ന മറ്റ് തസ്തികകൾ. ഓക്കെ, ഇനി സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് 8.39 ലക്ഷം അപേക്ഷകരുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം ആളുകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ 14 ജില്ലകളിലേക്കുമുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റ് തസ്തികയ്ക്ക് 5.2 ലക്ഷത്തോളം അപേക്ഷകരുണ്ട്. അപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഈ ഒരു തസ്തികകളിലേക്കായിരിക്കും കൂടുതൽ പേരും എഴുതുന്നുണ്ടാവുക. അതിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റിന് എത്ര ഒഴിവുകളാണ് ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി സ്റ്റോർ കീപ്പർ തസ്തികയിലെ അപേക്ഷകർ 8.8 ലക്ഷത്തോളം ആണ്, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ തസ്തികയ്ക്ക് 3.80 ലക്ഷം അപേക്ഷകരും ഉണ്ട്. അപ്പോൾ ഏകദേശം എത്ര ആളുകളാണ് ഓരോ തസ്തികയിലേക്കും അപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു ഐഡിയ ആയല്ലോ. ഇനി നമ്മൾ മുമ്പ് എഴുതിയ LDC ഇപ്പം ഒരു ഘട്ടവും കൂടി ഇനി നടക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ചവർക്ക് കൂടുതൽ ഇത് ഉപകാരപ്പെടും അല്ലേ? കാരണം അതിൻ്റെ ഒരു മിനി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. കാരണം പ്രിലിമിനറി ആണ്, നമുക്ക് എല്ലാ ഭാഗത്തു നിന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് നോക്കാമല്ലോ. വിവിധ വകുപ്പുകളിലെ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയവരിൽ ഭൂരിഭാഗവും ഈ പരീക്ഷയുടെ അപേക്ഷകരായിട്ടുണ്ടെന്നത് മത്സരം തീവ്രമാക്കുമെന്ന് ഉറപ്പാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന LDC ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ, ഇതിന് പഠിച്ചവർക്കെല്ലാം തന്നെ അവരെല്ലാവരും തന്നെ ഇതിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു കോമ്പറ്റീഷൻ കൂട്ടുകയാണ് ചെയ്യുക. LDC സിലബസിൽ പഠിച്ചതിൻ്റെ ചെറിയൊരു ഭാഗമാണ് പ്രിലിമിനറിക്ക് ഉള്ളത്. പുതിയ വിഷയമായി ഒന്നുമില്ലെന്നതിനാൽ LDCക്ക് നടത്തിയ തയ്യാറെടുപ്പിൻ്റെ തുടർച്ചയിലൂടെ ഈ പരീക്ഷയിൽ വിജയത്തിലെത്താനാവും. LDCക്ക് മികച്ച മാർക്ക് നേടാനാവാതെ പോയവർക്ക് ഇത് ഒരു അവസരം കൂടിയായി കാണണം. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ LDCക്ക് കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല എന്ന് നിരാശയുള്ളവരുണ്ടെങ്കിൽ ഇതൊരു അവസരമായിട്ട് നമുക്ക് കാണാം. കാരണം പ്രിലിമിനറിക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, അതിൽ കയറിയാൽ മെയിൻ പഠിക്കാനുള്ള സമയം ഇനി മുന്നിലുണ്ട്. അത് പരമാവധി മുതലെടുത്ത് വിജയം നേടാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ഉയർന്ന കട്ട് ഓഫ് മുന്നിൽ കാണണം. മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കട്ട് ഓഫ് ഏറ്റവും ഉയർന്നത് തന്നെയായിരിക്കും. അപേക്ഷകർ കൂടുതലാണെന്നതിനൊപ്പം
തസ്തികകളുടെ എണ്ണവും കുറവാണ്. അപ്പോൾ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ അത്രമാത്രം ഒഴിവുണ്ടോ? ഈ ലബോറട്ടറി അസിസ്റ്റൻ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം 90+ എന്തോ ഒരു കണക്കിനോട് മറന്നുപോയി, ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അതായത് കോഴിക്കോട് ജില്ലയിലേത് 15 ഒഴിവുകളേ ഉള്ളൂ കേട്ടോ. കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് ഞാൻ അതാണ് നോട്ട് ചെയ്ത് വെച്ചത്. അത്ര ഒഴിവുകളേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അപ്ലൈ ചെയ്തവരുടെ എണ്ണോ ഒരുപാടാണ് അല്ലേ. സെക്രട്ടേറിയറ്റ് അറ്റൻഡൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകൾക്ക് മാത്രമേ മെയിൻ പരീക്ഷ എഴുതാൻ താരതമ്യേന കൂടുതൽ പേരെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ മികച്ച മത്സര നിലവാരം കാഴ്ചവെച്ചാലേ മെയിൻ പരീക്ഷയിലേക്ക് മുന്നേറാനാവൂ. കോമൺ പ്രിലിമിനറിയുടെ മാർക്ക് തെരഞ്ഞെടുപ്പിന് പരിഗണിക്കില്ലെങ്കിലും ഏറ്റവും ഉയർന്ന നിലവാരത്തോടെ പരീക്ഷയെ സമീപിച്ചാലേ ഈ കടമ്പ കടക്കാനാവും. ഒഴിവുകളുടെ എണ്ണത്തിന് ആനുപാതികമായാവും മെയിൻ പരീക്ഷയ്ക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നതിനാൽ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? സിലബസിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 2020 പരീക്ഷാ പരിഷ്കരണത്തെ തുടർന്ന് പ്രസിദ്ധീകരിച്ച 10ാം തലം വരെയുള്ള പൊതു പ്രിലിമിനറി പരീക്ഷയുടെ സിലബസാണ് ഈ പരീക്ഷയ്ക്കുമുള്ളത്. അപ്പോൾ നമുക്കറിയാം 2020 ഈ ഒരു പ്രിലിമിനറി എന്ന് പറയുന്ന സംഭവം നമുക്ക് വന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇതിനുള്ളതെന്നാണ് പറയുന്നത്. സിലബസ് പരിഷ്കരണത്തെക്കുറിച്ച് PSC വീണ്ടും ആലോചിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് നിലവിലെ സിലബസിൽ ലഭിക്കുന്ന അവസാന അവസരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഓക്കെ, അപ്പം നിലവിൽ സിലബസിൽ ലഭിക്കുന്ന അവസാന അവസരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിരിക്കും ഇത്. പൊതുവിജ്ഞാനം എന്തൊക്കെയാണ് വരുന്നത്? ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്. ഇത് മാത്രമാണോ? അല്ല, പൊതുവിജ്ഞാനം, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് ഇത് 80 മാർക്കിന് ഉണ്ടാകും. പിന്നെ ബാക്കി എന്താണ് 20 മാർക്കിന് വരുന്നത്? ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന. ഇതൊക്കെയാണ് 20 മാർക്കിന് വരുന്നത്. പ്രിലിമിനറി എഴുതിയവർക്ക് അറിയാം ആ ഒരു രീതി തന്നെയാണ് ഈ പ്രിലിമിനറി വരാൻ പോകുന്നത്. പ്രാഥമിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ അടിസ്ഥാന വിവരങ്ങൾക്കാണ് സിലബസിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസായി. ഇനി ചോദ്യങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? അപ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനം ഏത് തന്നെയാണ്? നമ്മുടെ SCERT തന്നെയാണ്. അത് വിട്ടിട്ടൊരു കളി ഒരു പരീക്ഷയ്ക്കും ഇല്ല. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് സിലബസിലെ പാഠപുസ്തകങ്ങളെ അധികരിച്ചാണ് പരീക്ഷയുടെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പാഠപുസ്തകങ്ങളുടെ അപഗ്രഥനമാണ് തയ്യാറെടുപ്പിൽ വേണ്ട പ്രധാന പ്രവർത്തനം. പാഠപുസ്തകങ്ങളുടെ വിവിധ അധ്യായങ്ങളുടെ മുക്കിലും മൂലയിലും നിന്നുവരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. അതുകൊണ്ട് പാഠപുസ്തകങ്ങൾ സമഗ്രമായിട്ട് പഠിക്കണം. ഓക്കെ, സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, വെബ്സൈറ്റുകൾ എന്നിവിടങ്ങളിലെ ചോദ്യങ്ങളും പരീക്ഷകളിൽ ഇപ്പോൾ വ്യാപകമായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം SCERT നന്നായിട്ട് പഠിക്കുക. 5 മുതൽ 10 വരെയുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി മാറിയ പാഠപുസ്തകങ്ങൾ, ഇതൊരു സംശയമായിരിക്കാം. സ്റ്റേറ്റ് സിലബസിലെ 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഈ അധ്യയന വർഷം മുതൽ മാറിയിട്ടുണ്ട്. ഓക്കെ, 5, 7, 9 പുതിയ പാഠപുസ്തകങ്ങളിൽ വിവിധ സിലബസ് ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിലും സിലബസ് സൂചനകൾ പഴയ പാഠപുസ്തകങ്ങൾ പ്രകാരം ഉള്ളതാണ്. ഉദാഹരണത്തിന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകത്തിലാണ് എന്തുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതേപോലെ കേരള നവോത്ഥാനം, ഇതൊക്കെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ പാഠപുസ്തകത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കേരള നവോത്ഥാനമൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ്. എന്നാൽ ഇപ്പോൾ പുറത്തിറക്കിയ പരിഷ്കരിച്ച പുസ്തകത്തിൽ പ്രസ്തുത അധ്യായങ്ങൾ ഇല്ല. കൂടാതെ 9ാം ക്ലാസ്സിലെ പഴയ സോഷ്യൽ സയൻസ് പുസ്തകത്തിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പാഠപുസ്തകങ്ങൾക്കൊപ്പം പഴയ പാഠപുസ്തകങ്ങളും നിർബന്ധമായും റെഫർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കുകളാണിതൊക്കെ. അപ്പോൾ പുതിയതിൽ ഇതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കേരള നവോത്ഥാനവും 7ാം ക്ലാസ്സിലെ ഇല്ല. അതേപോലെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി തയ്യാറെടുപ്പും സമീപനവും.
മാറിയ പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കി തയ്യാറെടുക്കണം. പൊതുവിജ്ഞാനം ഭാഗത്തെ ആകെ ചോദ്യങ്ങളുടെ 40% വരെ ചോദ്യങ്ങൾ വിവിധ സൂചനകളിൽ നിന്ന് കണ്ടെത്തേണ്ട പുതിയ മാതൃകയിലേത് ആക്കും. ഓക്കെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉത്തരം എഴുതി പൂർത്തിയാക്കുന്നതിനൊപ്പം പിശകു പറ്റാതെയും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അറിയുന്നത് മാത്രം നമ്മൾ എഴുതുക, നെഗറ്റീവ് ഒന്നും വരുത്താതിരിക്കുക. ഇത്തരം ചോദ്യങ്ങൾ പരമാവധി സോൾവ് ചെയ്ത് പരിശീലിക്കുക. വിവിധ പാഠഭാഗങ്ങളിൽ നിന്ന് ഈ മാതൃകയിലെ ചോദ്യങ്ങൾ സ്വയം നിർമ്മിച്ച് നോക്കുക എന്നിവ ഉദ്യോഗാർത്ഥികളുടെ നിലവാരം ഉയർത്താൻ സഹായിക്കുന്നവയാണ്. കൂടാതെ LDC ഉൾപ്പെടെ ഈ വർഷം നടന്ന സമാന പരീക്ഷകളിലെ ചോദ്യോത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിക്കുക. ചോദ്യോത്തരങ്ങൾ മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി നമ്മൾ പഠനത്തിൽ ഉൾപ്പെടുത്തണം. അത് നമ്മൾ ഈ ചാനലിൽ ചെയ്തു വരുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ LDC ഓരോ ഘട്ടം ഉണ്ടല്ലോ, ആ ഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് ചെയ്യണം. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ തൊഴിൽ വാർത്തയിലും ഹരിശ്രീയിലൊക്കെ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാം ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളത് മാത്രമല്ല പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരമാവധി പോയിൻറ്റ്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ ഭാഗത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നമുക്കിനി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ LDCയിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതെല്ലാവരും നോക്കിയിട്ടുണ്ടാവും. പ്ലസ് അതുമായി ബന്ധപ്പെട്ട എത്ര പോയിൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റും, പരമാവധി വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഒരു പരീക്ഷയും മിസ് ചെയ്യരുത്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്കറിയില്ല. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.